PSC ടിപ്സ് ആൻഡ് ട്രിക്സിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് വരുന്ന ജൂനിയർ ലാബ് അസിസ്റ്റന്റ് എക്സാമിന് വേണ്ടിയിട്ട് MLTയുടെ ഭാഗത്തു നിന്നുള്ള 25 എക്സ്പെക്റ്റഡ് ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ നമ്മൾ MLTയുടെ ക്ലാസ്സുകൾ ജൂനിയർ ലാബ് അസിസ്റ്റന്റ് എക്സാമിന് വേണ്ടിയിട്ട് ഓൾറെഡി ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ക്ലാസ്സുകൾ കാണാത്തവരുണ്ടെങ്കിൽ കാണുക. ജൂനിയർ ലാബ് അസിസ്റ്റന്റ് എക്സാം എന്ന് പറയുന്ന പ്ലേലിസ്റ്റിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ പ്ലേലിസ്റ്റിൽ കയറി ചെക്ക് ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് ക്ലാസ്സസ് എല്ലാം കാണാൻ വേണ്ടി പറ്റും. അപ്പോൾ ഈ പറയുന്ന എക്സ്പെക്റ്റഡ് ക്വസ്റ്റ്യൻസ് വരുന്ന ഏരിയാസ് ഒക്കെ നമ്മൾ കവർ ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ അതിൽ എന്തെങ്കിലുമൊക്കെ ഡൗട്ട്സ് വരുവാണെങ്കിൽ നിങ്ങൾ ക്ലാസ് ഒന്ന് കണ്ടേക്കണേ. പിന്നെ നമ്മൾ എക്സ്പെക്റ്റഡ് ക്വസ്റ്റ്യൻസ് വിത്ത് റിലേറ്റഡ് ഫാക്ട്സ് എന്ന് പറയുന്ന ഒരു സെഷൻ കൊണ്ടുപോയിട്ടുണ്ട്. അപ്പോൾ ആ ക്ലാസ്സസും കണ്ടു നോക്കുക. നമ്മൾ ഓരോ ചോദ്യവും അതുമായിട്ട് ബന്ധപ്പെട്ട് പരീക്ഷയ്ക്ക് ചോദിക്കാവുന്ന മാക്സിമം പോയിന്റ്സും ഉൾപ്പെടുത്തിയിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് ക്ലാസ് എടുത്തിട്ടുണ്ട്. അപ്പോൾ അതുകൂടെ ഒന്ന് കണ്ടു നോക്കണം. പിന്നെ നമ്മുടെ ടെലിഗ്രാമിൽ ജോയിൻ ചെയ്യാത്തവർ ജോയിൻ ചെയ്യുക കേട്ടോ. നമ്മൾ ക്ലാസ്സുകൾ കഴിഞ്ഞ് PDF-ഉം നോട്ട്സും എല്ലാം ടെലിഗ്രാം വഴിയാണ് കൊടുക്കുന്നത്. അപ്പോൾ ടെലിഗ്രാമിൻ്റെ ലിങ്ക് താഴെ കമൻറ്റ് ബോക്സിൽ ഫസ്റ്റ് കമൻറ്റായിട്ട് കൊടുത്തിട്ടുണ്ട്. ജോയിൻ ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലുമൊക്കെ കാണുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ കണ്ടിട്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. മാക്സിമം പേരിലോട്ട് വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് ക്ലാസ്സിലോട്ട് കിടക്കാം. ആദ്യത്തെ ചോദ്യം, മെത്തേഡ് ഓഫ് സ്റ്റെറിലൈസേഷൻ യൂസ്ഡ് ഫോർ കൾച്ചർ മീഡിയ ഈസ്. മെത്തേഡ് ഓഫ് സ്റ്റെറിലൈസേഷൻ യൂസ്ഡ് ഫോർ കൾച്ചർ മീഡിയ ഏതാണ്? കൾച്ചർ മീഡിയ സ്റ്റെറിലൈസ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന മെത്തേഡ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതാ. എന്താ? ഓട്ടോക്ലേവ് ആണ്. ഓട്ടോക്ലേവ് മെത്തേഡാണ് കൾച്ചർ മീഡിയ സ്റ്റെറിലൈസ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന മെത്തേഡ്. അപ്പോൾ ഇതിൻ്റെ എക്സ്പ്ലനേഷൻ അറിയാത്തവരുണ്ടെങ്കിൽ നമ്മുടെ കഴിഞ്ഞ എക്സ്പെക്റ്റഡ് ക്വസ്റ്റ്യൻസ് വിത്ത് റിലേറ്റഡ് ഫാക്ട്സ് എന്ന് പറയുന്ന സെഷൻ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്കത് ഡീറ്റെയിൽഡ് ആയിട്ട് മനസ്സിലാവും. അവിടെ നമ്മൾ ഓട്ടോക്ലേവ്, ഹോട്ട് എയർ ഓവനൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് തന്നിട്ടുള്ളതാണ്. ഓക്കെ, അടുത്ത ചോദ്യം, ഡെവലപ്മെൻറ്റ് ഓഫ് T ലിംഫോസൈറ്റ് ടേക്സ് പ്ലേസ് ഫ്രം. ഡെവലപ്മെൻറ്റ് ഓഫ് T ലിംഫോസൈറ്റ്സ് എവിടെയാണ് ടേക്സ് പ്ലേസ് ചെയ്യുന്നത്? ആൻസർ ഓപ്ഷൻ സി ആണ്, തൈമസിലാണ് അല്ലേ. തൈമസിലാണ് T ലിംഫോസൈറ്റ്സ് ഉണ്ടാവുന്നത്. B ലിംഫോസൈറ്റ്സ് എവിടെയാണ്? ബോൺ മാരോയിൽ അല്ലേ. ബോൺ മാരോയിൽ ഉണ്ടാവുന്നത് B ലിംഫോസൈറ്റ്സും T ലിംഫോസൈറ്റ്സ് എവിടെയാണ്? തൈമസ് ആണ്. അപ്പോൾ T ഫോർ തൈമസും B ഫോർ ബോൺ മാരോ. ഓക്കെ, അടുത്ത ചോദ്യം, ലീഷ്മാൻ സ്റ്റെയിൻ കണ്ടെയ്ൻ. ലീഷ്മാൻ സ്റ്റെയിനിൽ അടങ്ങിയിരിക്കുന്നത് എന്താണ്? ഓപ്ഷൻ ബി ആണ്, മെത്തിലീൻ ബ്ലൂ ആൻഡ് ഇയോസിൻ ആണ്. മെത്തിലീൻ ബ്ലൂ ആൻഡ് ഇയോസിൻ. ലീഷ്മാൻ സ്റ്റെയിനെ കുറിച്ച് നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിച്ചിട്ടുള്ളതാണ്. അടുത്തത്, ആൻറ്റികൊയാഗുലൻറ്റ് യൂസ്ഡ് ഫോർ ബ്ലഡ് ബാഗ്സ്. ആൻറ്റികൊയാഗുലൻറ്റ് യൂസ്ഡ് ഫോർ ബ്ലഡ് ബാഗ്സ് ഏത് ആൻറ്റികൊയാഗുലൻ്റ് ആണ്? A and B ആണ് കേട്ടോ. ACD ആൻഡ് CPD ആണ് ആൻറ്റികൊയാഗുലൻറ്റ് യൂസ്ഡ് ഫോർ ബ്ലഡ് ബാഗ്സ്. സ്റ്റെയിൻ യൂസ്ഡ് ഫോർ റെറ്റിക്കുലോസൈറ്റ് ഈസ്. സ്റ്റെയിൻ യൂസ്ഡ് ഫോർ റെറ്റിക്കുലോസൈറ്റ്സ്. റെറ്റിക്കുലോസൈറ്റിന് വേണ്ടി യൂസ് ചെയ്യുന്ന സ്റ്റെയിൻ ഏതാണ്? ആൻസർ വേഗം ആലോചിച്ച് നോക്കുക. നിങ്ങൾക്ക് തന്നെ ചെയ്യാൻ കിട്ടുന്നുണ്ടോ എന്നുള്ളത് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക കേട്ടോ. ഒരു മോക്ക് ടെസ്റ്റ് പോലെ ഒന്ന് ചെയ്ത് നോക്കുക. ആൻസർ ഓപ്ഷൻ ഡി ആണ്, ബ്രില്യൻറ്റ് ക്രെസൈൽ ബ്ലൂ ആണ് കേട്ടോ. ബ്രില്യൻറ്റ് ക്രെസൈൽ ബ്ലൂ. വിച്ച് ഈസ് ദ സ്റ്റോറേജ് ഫോം ഓഫ് ഗ്ലൂക്കോസ്. ഗ്ലൂക്കോസിൻ്റെ സ്റ്റോറേജ് ഫോം ഏതാണ്? ഓപ്ഷൻ സി ആണ്, ഗ്ലൈക്കോജൻ. ഗ്ലൈക്കോജൻ ആണ് സ്റ്റോറേജ് ഫോം ഓഫ് ഗ്ലൂക്കോസ്. മോസ്റ്റ് ആക്യുറേറ്റ് കെമിക്കൽ മെത്തേഡ് ഫോർ എസ്റ്റിമേഷൻ ഓഫ് ഹീമോഗ്ലോബിൻ. മോസ്റ്റ് ആക്യുറേറ്റ് കെമിക്കൽ മെത്തേഡ് ഫോർ എസ്റ്റിമേഷൻ ഓഫ് ഹീമോഗ്ലോബിൻ. ഹീമോഗ്ലോബിൻ്റെ എസ്റ്റിമേഷന് ഏറ്റവും ആക്യുറേറ്റ് ആയിട്ടുള്ള കെമിക്കൽ മെത്തേഡ് ഏതാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏതാണ്? ഓപ്ഷൻ സി ആണ്, സിയാൻമെത്ത് ഹീമോഗ്ലോബിൻ ആണ്. ഓക്കെ, സിയാൻമെത്ത് ഹീമോഗ്ലോബിൻ ആണ്. വാട്ട് ഈസ് സിഡെക്സ്. സിഡെക്സ് എന്ന് പറയുന്നത് എന്താണ്? ഓപ്ഷൻ എ ആണ്, 2% ഗ്ലൂട്ടറാൾഡിഹൈഡ് ആണ് കേട്ടോ. 2% ഗ്ലൂട്ടറാൾഡിഹൈഡ് ആണ് സിഡെക്സ് എന്നറിയപ്പെടുന്നത്. ഡ്യൂക്സ് മെത്തേഡ് ഈസ് യൂസ്ഡ് ടു എസ്റ്റിമേറ്റ്. ഡ്യൂക്സ് മെത്തേഡ് എന്തിനു വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്? എന്തിൻ്റെ എസ്റ്റിമേഷന് വേണ്ടിയിട്ടാണ് ഡ്യൂക്സ് മെത്തേഡ് നമ്മൾ യൂസ് ചെയ്യുന്നത്? ഇതും നമ്മൾ പഠിച്ചതാണ്. ബ്ലീഡിങ് ടൈം ആണ് അല്ലേ. ബ്ലീഡിങ് ടൈമിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന മെത്തേഡാണ് ഡ്യൂക്സ് മെത്തേഡ്. അതുപോലെ തന്നെ ഐവീസ് മെത്തേഡൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, അടുത്തത്, സ്പൈറോക്കേറ്റ്സ് ആർ സ്റ്റെയിൻഡ് ബൈ. സ്പൈറോക്കേറ്റ്സ് സ്റ്റെയിൻ ചെയ്യുന്നത് ഏത് സ്റ്റെയിൻ യൂസ് ചെയ്തിട്ടാണ്? ലെവാഡിറ്റി സ്റ്റെയിൻ യൂസ് ചെയ്തിട്ടാണ് കേട്ടോ. ലെവാഡിറ്റി സ്റ്റെയിൻ യൂസ് ചെയ്തിട്ടാണ് സ്പൈറോക്കേറ്റ്സ് സ്റ്റെയിൻ ചെയ്യുന്നത്. ഇൻ ഇൻഫൻസ് ബ്ലഡ് ഈസ് പ്രിഫറബിളി കളക്റ്റഡ് ഫ്രം. ഇൻഫൻസിൽ നിന്നും ബ്ലഡ് കളക്ട് ചെയ്യുന്ന ഭാഗം ഏതാണ്? ശരീരത്തിൻ്റെ ഭാഗം ഏതാണ്? ഓപ്ഷൻ സി ആണ്, ഹീലാണ് അല്ലേ. നമ്മൾ ഇയർ ലോബ് അതുപോലെ ഫിംഗർ ടിപ്സ് ഒക്കെ എടുക്കും. അതുപോലെ ഇൻഫൻസിൽ നമ്മൾ പഠിച്ചത് ഹീലാണ് അല്ലേ ബ്ലഡ് എടുക്കുന്നത്. ഇത് നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് ക്ലാസ്സിൽ എക്സ്പ്ലെയിൻ ചെയ്തതാണ്. ക്ലാസ് കാണാത്തവരുണ്ടെങ്കിൽ കണ്ടു നോക്കുക. അടുത്ത ചോദ്യം,
ഫോം ടെസ്റ്റ് ഈസ് ഡൺ ഫോർ. ഫോം ടെസ്റ്റ് എന്ന് പറയുന്നത് എന്തിനു വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്? ഇത് നമ്മൾ പഠിച്ചതാണ്. പ്രോട്ടീനൂറിയയ്ക്ക് വേണ്ടിയിട്ടുള്ള ടെസ്റ്റാണ് ഫോം ടെസ്റ്റ് എന്ന് പറയുന്നത്. വാട്ട് ഈസ് ദ ഫുൾ ഫോം ഓഫ് EDTA? നമ്മൾ ഒരുപാട് തവണ എക്സ്പ്ലെയിൻ ചെയ്ത് പറഞ്ഞിട്ടുള്ളതാണ്. EDTAയുടെ ഫുൾ ഫോം എന്താണ്? ഓപ്ഷൻ സി ആണ് എത്തിലീൻ ഡൈ അമീൻ ടെട്രാ അസറ്റിക് ആസിഡ്. എത്തിലീൻ ഡൈ അമീൻ ടെട്രാ അസറ്റിക് ആസിഡ് ആണ് EDTAയുടെ ഫുൾ ഫോം. Which stain routinely used for differential count? Which stain routinely used for differential count? Differential countന് വേണ്ടിയിട്ട് routinely യൂസ് ചെയ്യുന്ന സ്റ്റെയിൻ ഏതാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓപ്ഷൻ സി ആണ് ലീഷ്മാൻ സ്റ്റെയിൻ ആണ്. ഇത് നമ്മൾ പഠിച്ചതാണ് അല്ലേ? ലീഷ്മാൻ സ്റ്റെയിൻ നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിച്ചതാണ്. ലീഷ്മാൻ സ്റ്റെയിൻ. അടുത്തത് വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ ലിക്വിഡ് ആൻറ്റി കൊയാഗുലൻറ്റ്? തന്നിരിക്കുന്നതിൽ ലിക്വിഡ് ആൻറ്റി കൊയാഗുലൻറ്റ് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ലിക്വിഡ് ആൻറ്റി കൊയാഗുലൻറ്റ് ഏതാണ്? സിട്രേറ്റ് ആണ് അല്ലേ? സിട്രേറ്റ് ആണ്. അപ്പോൾ നമ്മൾ സോളിഡും ലിക്വിഡും ഒക്കെ പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ ലിക്വിഡ് ആൻറ്റി കൊയാഗുലൻറ്റ് എന്ന് പറയുന്നത് സിട്രേറ്റ് ആണ്. Which of the following is moist heat method of sterilization? Moist heat method of sterilization. നമ്മൾ ഡ്രൈ ഹീറ്റ് മെത്തേഡും മോയിസ്റ്റ് ഹീറ്റ് മെത്തേഡും നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചായിരുന്നു. അപ്പോൾ അതിൽ മോയിസ്റ്റ് ഹീറ്റ് മെത്തേഡ് എന്ന് പറയുന്നത് താഴെ തന്നിരിക്കുന്നതിൽ ഏതാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഉത്തരം ഇവിടെ തെറ്റിക്കാൻ ചാൻസ് ഉണ്ട്. നിങ്ങൾ ചിലപ്പോൾ ഓട്ടോക്ലേവിംഗ് മാത്രം എഴുതും. പക്ഷേ ഓട്ടോക്ലേവിങ്ങും ബോയിലിങ്ങും എന്തിൽ വരുന്നതാണ്? മോയിസ്റ്റ് ഹീറ്റ് മെത്തേഡ്. നമ്മൾ അതിൻ്റെ PDF ഇട്ട് തന്നായിരുന്നില്ലേ? അത് വായിച്ച് നോക്കിയോ നിങ്ങൾ? അപ്പോൾ അങ്ങനെ വായിച്ചവർക്ക് ഇത് കൃത്യമായിട്ട് കിട്ടും. ബോയിലിങ്ങും ഓട്ടോക്ലേവിങ്ങും ആണ് മോയിസ്റ്റ് ഹീറ്റ് മെത്തേഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഉത്തരം എന്താ? ബോത്ത് A ആൻഡ് B എന്നുള്ള ഓപ്ഷനാണ് നമ്മുടെ കറക്റ്റ് ആയിട്ടുള്ള ഓപ്ഷനായിട്ട് വരിക. ഓക്കെ, ബോയിലിങ്ങും ഓട്ടോക്ലേവിങ്ങും മോയിസ്റ്റ് ഹീറ്റ് മെത്തേഡിൽ വരുന്നതാണ്. അടുത്ത ചോദ്യം, ടെമ്പറേച്ചർ റേഞ്ച് യൂസ്ഡ് ഫോർ ഓട്ടോക്ലേവിംഗ്. ഓട്ടോക്ലേവിങ്ങിന് വേണ്ടിയിട്ടുള്ള ടെമ്പറേച്ചർ റേഞ്ച് എത്രയാണ്? നമ്മൾ ഇന്നലെ ഒരുപാട് തവണ പറഞ്ഞതാ. എത്രയാ? 121 ഡിഗ്രി സെൽഷ്യസ് ഫോർ 15 മിനിറ്റ്സ് ആണ് അല്ലേ? 121 ഡിഗ്രി സെൽഷ്യസ് ഫോർ 15 മിനിറ്റ്സ് ആണ് ടെമ്പറേച്ചർ റേഞ്ച് യൂസ്ഡ് ഫോർ ഓട്ടോക്ലേവിംഗ് എന്ന് പറയുന്നത്. വിച്ച് ആൻറ്റിബഡി ക്രോസസ് പ്ലാസൻഡ? പ്ലാസൻഡ ക്രോസ് ചെയ്യുന്ന ആൻറ്റിബഡി ഏതാണ്? ഇത് നമ്മൾ പഠിച്ചതാ. ഇമ്മ്യൂണോഗ്ലോബുലിൻ ഒരു ടേബിളൊക്കെ വെച്ചിട്ട് പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ? ഏത് ആൻറ്റിബഡിയാണ് ക്രോസ് ചെയ്യുന്നത്? പ്ലാസൻഡ ക്രോസ് ചെയ്യുന്നത് IgG ആണ്. ഇമ്മ്യൂണോഗ്ലോബുലിൻ G ആണ് പ്ലാസൻഡ ക്രോസ് ചെയ്യുന്ന ആൻറ്റിബഡി. ഷേപ്പ് ഓഫ് കോക്കൈ നമ്മൾ പഠിച്ചതാ അല്ലേ? ബാക്ടീരിയാസിൻ്റെ ഷേപ്പ് ഓരോ ഷേപ്പിനനുസരിച്ചിട്ടും ഡിഫറൻസ് ചെയ്തിരിക്കുന്ന എങ്ങനെയാണ് അല്ലേ? അതെല്ലാം നമ്മൾ പഠിച്ചതാ. ഷേപ്പ് ഓഫ് കോക്കയുടെ ഷേപ്പ് എന്താണ്? സ്ഫെറിക്കൽ ഷേപ്പാണ് അല്ലേ? സ്ഫെറിക്കൽ അല്ലെങ്കിൽ ഓവൽ ഷേപ്പ് അല്ലെങ്കിൽ സർക്കുലർ ഷേപ്പിലൊക്കെ കാണപ്പെടുന്നതാണ് കോക്കൈ എന്ന് പറയുന്നത്. അടുത്തത് ഇമ്മ്യൂണോഗ്ലോബുലിൻസ് ആർ. ഇമ്മ്യൂണോഗ്ലോബുലിൻസ് എന്ന് പറയുന്നത് എന്താണ്? ഗ്ലൈക്കോ പ്രോട്ടീൻസ് ആണ്. ഇമ്മ്യൂണോഗ്ലോബുലിൻസിനെ കുറിച്ച് നമ്മൾ പഠിച്ചതാണ്. ഗ്ലൈക്കോ പ്രോട്ടീൻസ് ആണ് ഇമ്മ്യൂണോഗ്ലോബുലിൻസ് എന്ന് പറയുന്നത്. അടുത്തത് ടിൻറ്റലൈസേഷൻ ഈസ് ദ മോയിസ്റ്റ് ഹീറ്റ് സ്റ്റെറിലൈസേഷൻ മെത്തേഡ്. ടിൻറ്റലൈസേഷൻ എന്ന് പറയുന്നത് മോയിസ്റ്റ് ഹീറ്റ് സ്റ്റെറിലൈസേഷൻ മെത്തേഡാണ്. എത്ര ഡിഗ്രി സെൽഷ്യസിലാണ്? അതിൻ്റെ ടെമ്പറേച്ചറാണ് ചോദിച്ചിരിക്കുന്നത്. എത്രയാ? 100 ഡിഗ്രി സെൽഷ്യസ് ആണ് കേട്ടോ. അപ്പോൾ ഇന്നലത്തെ ആ PDF വായിച്ചവർക്ക് അറിയാൻ വേണ്ടി പറ്റും. 100 ഡിഗ്രി സെൽഷ്യസിൽ യൂസ് ചെയ്യുന്ന മോയിസ്റ്റ് ഹീറ്റ് സ്റ്റെറിലൈസേഷൻ മെത്തേഡാണ് ടിൻറ്റലൈസേഷൻ എന്ന് പറയുന്നത്. അടുത്തത് ഗ്ലൂക്കോസ് മെമ്മറി ടെസ്റ്റ്. ഗ്ലൂക്കോസ് മെമ്മറി ടെസ്റ്റ് എന്ന് പറയുന്നത് ഏതാണ് ഇതിൽ? ഉത്തരം ഓപ്ഷൻ A ആണ്. HbA1c ആണ് കേട്ടോ. HbA1c ആണ് ഗ്ലൂക്കോസ് മെമ്മറി ടെസ്റ്റ് എന്ന് പറയുന്നത്. അടുത്തത് യെല്ലോ കളർ ഓഫ് ദ യൂറിൻ ഈസ് ഡ്യൂ ടു ദ പ്രസൻസ് ഓഫ്. യൂറിൻ്റെ യെല്ലോ കളറിന് കാരണം എന്താണ്? എന്തിൻ്റെ പ്രസൻസ് കൊണ്ടാണ് യൂറിൻ യെല്ലോ കളറായിട്ട് ഇരിക്കുന്നത്? നമ്മൾ പഠിച്ച കാര്യമാണ് അല്ലേ? യൂറിൻ്റെ അനാലിസിസ് ഒക്കെ പഠിച്ചപ്പോൾ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിച്ചതാണ്. ഡ്യൂ ടു ദി പ്രസൻസ് ഓഫ് യൂറോക്രോം അല്ലേ? യൂറോക്രോമിൻ്റെ പ്രസൻസ് കൊണ്ടാണ് യൂറിൻ യെല്ലോ കളറായിട്ട് ഇരിക്കുന്നത്. ടെസ്റ്റ് യൂസ്ഡ് ഫോർ ഡിറ്റക്റ്റിംഗ് യൂറോബിലിനോജൻ ഇൻ യൂറിൻ. യൂറിനിലുള്ള യൂറോബിലിനോജൻ ഡിറ്റക്റ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ടെസ്റ്റ് ഏതാണ്? ഇതും നമ്മൾ പഠിച്ചതാണ്. യൂറോബിലിനോജൻ അതിന് വേണ്ടിയിട്ടുള്ള ടെസ്റ്റ് ഏതാണ്? എർലിക്സ് ടെസ്റ്റ് ആണ് അല്ലേ? എർലിക്സ് ടെസ്റ്റ് ആണ് നമ്മൾ എന്തിനു വേണ്ടിയിട്ട്? യൂറോബിലിനോജൻ ഇൻ യൂറിൻ ഡിറ്റക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ടെസ്റ്റ്. അടുത്ത ചോദ്യം, ഫോർ ദ മെഷർമെൻറ്റ് ഓഫ് HbA1c സാമ്പിൾ ഈസ് ടേക്കൺ വിത്ത് ദി ആൻറ്റികൊയാഗുലൻറ്റ്. ഏതാണ്?
EDTA ആണ്. ഇത് നമ്മൾ പഠിച്ചതാണ് അല്ലേ? ഫോർ ദ മെഷർമെൻറ്റ് ഓഫ് HbA1cയുടെ മെഷർമെൻറ്റിന് വേണ്ടിയിട്ട് നമ്മൾ സാമ്പിൾ ടേക്കൺ ചെയ്യുന്നത് ഏത് ആൻറ്റിക്കോയാഗുലിൻ്റെ കൂടെയാണ്? EDTA അല്ലേ? EDTA എത്തിലീൻ ഡയാമീൻ ടെട്രാ അസറ്റിക് ആസിഡ് എന്നാണ് EDTAയുടെ ഫുൾ ഫോം. പഠിച്ചതൊക്കെ ഓർമ്മയുണ്ടല്ലോ. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ ചോദ്യം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഈ 25 ക്വസ്റ്റ്യൻസ് ആണ് ഇന്ന് ഡിസ്കസ് ചെയ്തത്. അപ്പോൾ ഇതെല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുള്ള ഭാഗത്ത് നിന്നാണ് നമ്മൾ ക്വസ്റ്റ്യൻസ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ടാണ് അതിൻ്റെ ഡീറ്റെയിൽഡ് എക്സ്പ്ലനേഷൻ പറയാതിരുന്നത്. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള എക്സ്പ്ലനേഷൻ വേണം എന്നുള്ളവരുണ്ടെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ പോയിട്ട് നമ്മുടെ ജൂനിയർ ലാബ് അസിസ്റ്റൻറ്റ് എക്സാം എന്ന് പറയുന്ന പ്ലേലിസ്റ്റ് എടുത്ത് നോക്കുക. അപ്പോൾ അതിൽ നമ്മൾ ചെയ്തിട്ടുള്ള ക്ലാസ്സസ് കാണാൻ വേണ്ടി പറ്റും. അപ്പോൾ അത് കണ്ടു നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഭാഗങ്ങളെല്ലാം നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തെടുത്തത് കാണാൻ വേണ്ടി പറ്റും. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ ക്ലാസ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. താങ്ക്